സിന്ദൂരം. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അല്ല, മക്കളെ ഇങ്ങോട്ടേക്ക് പോവാനിറങ്ങിയതാണോ? ആദ്യം തോന്നിയ സംശയം അവർ ചോദിച്ചു. അതെ അമ്മേ, ഞങ്ങൾ കോളേജിൽ ചേർത്തു. ഇന്നലെ വന്നപ്പോൾ തന്നെ പറയണമെന്ന് കരുതിയതാ, പക്ഷെ പറ്റിയില്ല. അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഗൗരി പറഞ്ഞുകൊണ്ട് അവരുടെ കാലിൽ തൊട്ടു. ഒപ്പം അച്ചു. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ അവരുടെ തലയിൽ വെറുതെ ഒന്ന് കൈവച്ചവർ. അന്നും ഗൗരിക്ക് ആകെയുള്ളൊരു മോഹം പഠിക്കണമെന്നതായിരുന്നു. ശ്രീദേവിക്ക് അതിന് എതിർപ്പില്ലെന്ന് കൂടി അറിഞ്ഞതും അതെങ്ങനെയെങ്കിലും മുടക്കാൻ വേണ്ടിയാണ് അന്ന് ദേവന്റെ ആലോചനയും കൊണ്ടുവന്നത് പോലും. പക്ഷെ അന്ന് രുദ്രൻ വന്നെല്ലാം മുടക്കി. എന്നാലും സന്തോഷം തന്നെയായിരുന്നു. രുദ്രന്റെ പിടിയിൽ നിന്ന് അവൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടില്ലെന്നുള്ള സന്തോഷം. പക്ഷെ എല്ലാം തകർന്നു. ഗൗരി ആകെ മാറി. ചുണയുള്ളവന്റെ ചൂടും ചൂരും കിട്ടിയപ്പോൾ എല്ലാം കൊണ്ട് അവൾ സുഖജീവിതത്തിലായി. ഷാള് മാറിയപ്പോൾ അവളുടെ കഴുത്തിൽ കണ്ട ചുവന്ന പാടിലേക്ക് കൂടി അവളുടെ കണ്ണുകൾ പായെ ഗീത അടിമുടി എരിഞ്ഞു. അപ്പോഴും എല്ലാം ഒരു പുഞ്ചിരിക്ക് പിന്നിൽ മറച്ചു പിടിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അതുതന്നെയായിരുന്നു ഇന്നോളമുള്ള അവരുടെ വിജയവും. ശ്രീദേവി തമ്പുരാട്ടിക്ക് പോലും അവരറിയില്ല, അവർക്കുള്ളിലുള്ള വിഷമറിയില്ല. നല്ല കാര്യം മക്കളെ, നിങ്ങളുടെ പഠിത്തം നിന്നു പോയില്ല എന്നൊരു ആദ്യം ഉണ്ടായിരുന്ന ഉള്ളിൽ ഇപ്പം അതെല്ലാം മാറി. നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ഇവര്. 4 പേര് എന്നും സന്തോഷത്തോടെ ജീവിക്കണം. ശക്തിയെയും മഹിയെയും കൂടി നോക്കിക്കൊണ്ടായിരുന്നു ഗീത അത് പറഞ്ഞു നിർത്തിയത്. അമ്മ ഇങ്ങോട്ട് തന്നെ വന്നാണോ? ഇതെന്താ ബാഗൊക്കെ? ഗൗരി അപ്പോഴാണ് അവരുടെ കയ്യിലെ വലിയ ബാഗ് ശ്രദ്ധിക്കുന്നത്. ഒരു നിമിഷം അവൾക്ക് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ അവർ നിന്ന് പരിങ്ങി. അത് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ആൻറ്റി ഇത്രയും നേരത്തെ വരുമെന്ന് കരുതിയില്ല. അവരെന്തോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അത്രയും നേരം എല്ലാം കണ്ടും കേട്ടും മൗനം പാലിച്ച ശക്തിയുടെ ശബ്ദം അവിടെ ഉയർന്നു. ഗൗരിയും മഹിയും അച്ചു അവനെ സംശയത്തോടെ നോക്കിയപ്പോൾ ഗീത ഒരു ഞെട്ടലോടെയാണ് അവന്റെ മുഖത്തേക്ക് നോക്കിയത്. വല്ലാത്തൊരു വെപ്രാളം അവരിൽ നിറഞ്ഞു. അവൻ പറഞ്ഞ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. ശക്തി ഒന്ന് പുഞ്ചിരിച്ചു. അതേ ചിരിയോടെ ഗൗരിക്കടുത്തേക്ക് വന്നുകൊണ്ട് അവൾ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്തു. ഒപ്പം മറുകയാൽ തെന്നിമാറിയവളുടെ ഷാള് നേരെ പിടിച്ച് ഇട്ടുകൊടുത്തു. വേദ അമ്മയെ വിളിച്ചിരുന്നോ? ഗൗരി തെളിഞ്ഞൊരു അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. ഇന്നലെ ചെന്നിട്ട് അമ്മയോട് മിണ്ടില്ലെന്നുള്ള സങ്കടമല്ലായിരുന്നോ? ഇപ്പൊ അത് മാറിയില്ലേ? അവൻ അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചവൾ. അച്ചുവും മഹിയും ചിരിയോടെ പരസ്പരം നോക്കുമ്പോൾ ഗീതയ്ക്ക് ശക്തി പറയുന്നൊന്നും മനസ്സിലായില്ല. പിന്നെ ആന്റി മാടമ്പിയിൽ നിന്നിറങ്ങി ഇനിയുള്ള കാലം സ്വന്തം വീട്ടിൽ അമ്മയെ നോക്കി ജീവിക്കുകയാണത്രേ. എനിക്കും തോന്നി അതാണ് നല്ലതെന്ന്. എത്ര കാലം ഇങ്ങനെ അടിമയെ പോലെ ജീവിക്കും? സ്വന്തം വീടും അമ്മയൊക്കെ ഇല്ലേ? അതുകൊണ്ട് ഇങ്ങോട്ട് നിന്നെ കാണാൻ വന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ഞാൻ തന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അതാൻറ്റി ബാഗൊക്കെ ആയിട്ട് വന്ന്. ശക്തിയെല്ലാം വിശദമായി തന്നെ പറഞ്ഞതും ഗൗരി വേദനയോടെ അമ്മയെ നോക്കി. ഇതുവരെ സന്തോഷം എന്താണെന്ന് ആ പാവം അറിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും സമാധാനത്തോടെയുള്ള ജീവിതം അമ്മയ്ക്ക് കിട്ടട്ടെ. നന്നായി അമ്മേ. അമ്മ ആ നരകത്തിൽ തനിച്ചാണല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ സമാധാനമായി. അമ്മമ്മയുടെ കൂടെ ആകുമ്പോൾ അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതെ, മതി കഥ കുറച്ച്. ആദ്യ ദിവസം തന്നെ ലേറ്റ് ആവണ്ട. മഹി, ഇവരെ കൊണ്ട് ചെന്ന് വിട്. ഗൗരിയെ പിടിച്ച് കാറിന്റെ ഡോർ തുറന്ന് പുറകിലേക്ക് അയറ്റുന്നതിനൊപ്പം ശക്തി മഹിയോടായി പറഞ്ഞു. മഹി അവനെ കണ്ണു കുറുക്കിയെന്ന് നോക്കിക്കൊണ്ട് ഗീതയോട് പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. നീ കയറുന്നില്ലേ? കോ ഡ്രൈവർ സീറ്റ് തുറന്നു കൊടുത്ത് ശക്തി അച്ചുവിനെ നോക്കിയതും പെണ്ണ് പേടിച്ചുകൊണ്ട് വേഗം ഉള്ളിലേക്ക് കയറി. ശ്രദ്ധിച്ചു പോകണം. ഫ്രീ ടൈം കിട്ടുമ്പോൾ വിളിക്കണം. പിന്നെ ഞാൻ പറഞ്ഞൊന്നും മറക്കരുത്. ഗൗരിക്കടുത്തേക്ക് ചെന്ന് അവളുടെ മുഖം കയ്യിലെടുത്ത് ചുണ്ടിൽ നിന്ന് അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞതും ഗൗരി അവനെ മിഴിച്ചു നോക്കി. പിന്നെ സ്വയം തലക്കടിച്ച് ആരെയും നോക്കാതെ കുനിഞ്ഞിരുന്നു. വൈകിട്ട് കാണടാ, മഹി ശക്തിയോടായി പറഞ്ഞുകൊണ്ട് കാറ് മുന്നോട്ടെടുത്തു. അപ്പോഴും ഇപ്പൊ നടന്നൊന്നും മനസ്സിലാവാതെ ഗീത മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവരെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ശക്തി അടുത്തേക്ക് ചെന്നു. എന്റെ പേരിനൊപ്പമുള്ള IPS എന്ന 3 അക്ഷരം വെറുതെ മാനം നോക്കിക്കിടന്നപ്പോ പൊട്ടിമുളച്ചതല്ല. മുരളുന്ന പോലെയുള്ള അവന്റെ ശബ്ദത്തിൽ ഗീത ഞെട്ടിപ്പോയി. ഉടലെന്നാകെ ഭയം ഇരച്ചു കയറി. എന്നും കുറെ ക്രിമിനൽസിനെ അടുത്ത് കാണുന്നവനല്ലേ ഞാൻ. ഒപ്പം അതിലും വലിയൊരു ക്രിമിനലും. ആന്റി ചെല്ല്. സ്വന്തം മോളോടുള്ള പകയും അറ്റവും വേരും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ കാണും. ഒടുക്കത്തെ കാഴ്ച. ക്രൂരമായി അവന്റെ മുഖം തിളങ്ങി. ആരെയും ഭയപ്പെടുത്തുന്ന തിളക്കം. ഗീത ഭയത്തോടെ പുറകിലേക്കൊന്ന് വേച്ചു പോയി. ശക്തിയുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് പോലും ഗീതക്ക് അറിയില്ലായിരുന്നു. ശക്തിയുടെ കണ്ണുകളെയും ബുദ്ധിയെയും കബളിപ്പിക്കാനാവില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഭയമാണ് തോന്നിയത്. രുദ്രനോട് തോന്നുന്ന പോലൊരു ഭയം. രുദ്രൻ അറിയാത്ത പലതും താൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഗൗരിക്കപ്പുറമുള്ള ഒരു കാര്യവും ചൂഴ്ന്നു നോക്കാൻ രുദ്രൻ ശ്രമിക്കാത്തതുകൊണ്ട് മാത്രം അവൻ തനിക്ക് പുറകെ കൂടുതൽ വന്നിട്ടില്ല. പക്ഷേ ശക്തി അങ്ങനെയല്ല. അവൻ പറഞ്ഞ പോലെ അറ്റവും പേരും അവൻ കണ്ടെത്തിയാൽ പേടിയോടെ അവരുടെ ശരീരം വിയർത്തു. ചെയ്തു കൂട്ടിയ എല്ലാത്തിനോടും കണക്ക് പറയുന്ന കാലം വിദൂരമല്ലെന്ന് അവർക്ക് തോന്നി. നിനക്ക് മോളെ കൂടി കൊണ്ടുവരായിരുന്നു ഗീത. എത്രയായി ഞാൻ എൻ്റെ കുട്ടിയെ കണ്ടിട്ട്. രുദ്രനുമായിട്ടുള്ള കല്യാണത്തിൻ്റെ അന്നൊരു മിന്നായം പോലെ കണ്ടതാതിനെ. ഗീതയുടെ അമ്മ രാധയാണ്. വാർദ്ധക്യത്തിന്റെ അവശതകളുണ്ട് അവരുടെ സംസാരത്തിൽ പോലും.
അച്ഛൻ ഗംഗാധരൻ മരിച്ചിട്ട് വർഷങ്ങളാവുന്നു. വലിയ തറവാട്ടിൽ അമ്മയും ജോലിക്കാരി പെണ്ണും തനിച്ചാണ്. ഓ, അതൊന്നും പറയാത്ത അമ്മയെ ഭേദം. എന്നോടൊന്നും മിണ്ടാൻ പോലും ഇപ്പോൾ അവൾക്ക് നേരമില്ല. പ്രസവിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ കൈവള്ളിയിൽ കൊണ്ട് നടന്നല്ലേ. അവൾക്ക് വേണ്ടിയാ ഈ കാലത്രയും ഞാൻ ജീവിച്ച്. എന്നിട്ടും അതിപ്പോൾ നീയും അങ്ങനെ ആയിരുന്നില്ലേ? നിന്റെ അച്ഛനും ഞാനും എങ്ങനെ നോക്കിയതാ നിന്നെ? നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങളും ജീവിച്ചത്. അമ്മയാവാൻ കഴിയില്ലെന്നറിഞ്ഞപ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയാ നിന്റെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്ത്. ഇന്നും ആലോചിക്കുമ്പോൾ വിറയല. എത്ര കാലം കള്ളം മൂടി വെക്കാൻ കഴിയുന്നുള്ള ആദ്യ. ശ്രീദേവി അമ്മയും ഹരിയൊക്കെ എല്ലാം അറിഞ്ഞാൽ കഴിഞ്ഞു പോയതൊക്കെയും ഓർത്തെടുത്തുകൊണ്ട് കുറ്റബോധത്തോടെ രാധ പറയുമ്പോൾ ഗീതയ്ക്കും മുമ്പെങ്ങുമില്ലാത്ത വിധം പേടി തോന്നിയിരുന്നു. പണ്ടോരോന്നും ചെയ്ത പോലെയില്ല. ഇന്ന് അവൾക്ക് കാവലിന് ആളുണ്ട്. ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുന്ന രണ്ടുപേര്. അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ഈ സത്യം ലോകത്ത് ആകെ പറയുന്നത് എനിക്കും അമ്മയ്ക്കും. പിന്നെ ആ പേര് പറയാൻ മടിച്ചുകൊണ്ട് അവരെ നിർത്തി. എന്തായാലും എൻ്റെ നാവിന്ന് ആരും സത്യം അറിയാൻ പോകുന്നില്ല. അമ്മയും ആരോടും പറയില്ല. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ആൾക്ക് മാനസാന്തരം സംഭവിച്ചു പറയാൻ പോകുന്നില്ല. അഥവാ പറഞ്ഞ ഏട്ടനെ ദൈവത്തെ പോലെ കാണുന്ന അനിയത്തി പുഴുത്ത പട്ടിയെ പോലെ അയാൾ ആട്ടി ഓടിക്കും. അത് അയാൾക്ക് സഹിക്കാനാവില്ല. ഗീത ക്രൂരമായി ഒന്ന് ചിരിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ചെയ്ത് അത്രയും ക്രൂരതയാ മോളെ. എങ്ങനെ ജീവിക്കേണ്ട കുട്ടിയാ ഗൗരി. അതിനു പകരം ആ നശിച്ച തറവാട്ടിലൊരടിമയെപ്പോലെ. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് എന്തൊക്കെ പഴി കേട്ടിട്ടും എല്ലാം സഹിച്ച ആ പെണ്ണ് ഗൗരി മോൾക്ക് ജന്മം കൊടുത്ത് അതിനെ പൊന്നുപോലെ നോക്കാൻ തന്നെയാ അവളുടെ ശാപം. അത്രയും നേരം ക്ഷമയോടെ കേട്ടുന്ന ഗീതയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. എന്ത് ശാപം കിട്ടുന്ന അമ്മ പറയുന്നേ? അവൾ ഒരുത്തി കാരണ എന്റെ ജീവിതം ഇങ്ങനെയായി. ഹരിയായിട്ട് ഇങ്ങനെ ഒരു ബന്ധുണ്ടെന്ന് താരിയുടെ ഒരു ദിവസം മുമ്പെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ? അറിഞ്ഞിരുന്നെങ്കിൽ എന്നോടെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ഭാഗ്യ പരീക്ഷത്തിൽ ഞാൻ നിന്നോടിക്കില്ലായിരുന്നു. എനിക്ക് മോഹങ്ങളില്ലായിരുന്നു. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടിട്ട് തന്നെയല്ലേ ഞാനും. അവളുടെ ശാപമല്ല അമ്മേ, എന്റെ ശാപ അവൾ അനുഭവിക്കുന്നത്. അവൾ പ്രസവിച്ചിട്ടും ഗൗരി അമ്മയെന്ന് വിളിക്കുന്ന എന്നെയാ. ഇനി സത്യങ്ങളൊക്കെ എന്തെങ്കിലും എല്ലാവരും അറിഞ്ഞാലും ആദ്യം തകരാൻ പോകുന്ന ഹരിയേട്ടൻ തന്നെയായിരിക്കും. ഗൗരി എന്റെ മകളാണെന്ന് വെച്ചിട്ടല്ലേ ആ മനുഷ്യനെ അവളെ സ്നേഹിക്കാൻ പറ്റാതെയായത്. ആദ്യ രുദ്രനും പിന്നെ ശക്തികളെ ഇട്ടുകൊടുക്കുമ്പോൾ അയാൾ മൗനമായി കണ്ടു നിന്നും അവളെ ഞാൻ പ്രസവിച്ചെന്ന് കരുതിയിട്ടല്ലേ മോളെ. ഗീതയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടതും രാധയോ ആകെ വല്ലാതെയായി. അവൾ പറഞ്ഞത് അത്രയും ശരിയാണ്. ഗീതയെ ഭാര്യയായി കാണാനോ സ്നേഹിക്കാനോ കഴിയില്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കാനോ സമ്മതിക്കരുതായിരുന്നു. എല്ലാം തങ്ങളോട് തുറന്ന് പറയണമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഗീതയെ വേദനിപ്പിച്ചു കൂട്ടി. അമ്മയെ എതിർക്കാൻ ധൈര്യമില്ലാത്തവൻ പ്രണയിക്കാൻ നിൽക്കരുതായിരുന്നു. രാധ ഒരു നിശ്വാസത്തോടെ ഓർത്തുപോയി. സ്വന്തം മകളുടെ ഭാഗത്തുള്ള ശരികൾ മാത്രമേ അവർക്കറിയൂ. പക്ഷേ പക തലക്ക് പിടിച്ച് അവർ ചെയ്തു കൂട്ടിയ മറ്റു പ്രവൃത്തികളൊന്നും ആ അമ്മയ്ക്ക് അറിയില്ല. എല്ലാവർക്കും അവരവരുടെ ശരികൾ കാണുമല്ലോ. ഇവിടെ ഗീതക്കുമുണ്ട് അവരുടെ ശരികൾ. പക്ഷെ ആ ശരികൾക്ക് മുകളിലായി അവർ ചെയ്തു കൂട്ടിയ പാപത്തിനും ശമ്പളം കിട്ടുക തന്നെ ചെയ്യും. അമ്മ ചെല്ലി, എനിക്കൊന്ന് കിടക്കണം. കൂടുതലൊന്നും സംസാരിക്കാനില്ലാതെ ഗീത പറഞ്ഞതും രാധയും പിന്നെ അവിടെ നിന്നില്ല. ആ സമയം അവളെ തനിച്ച് വിടുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. പുതിയ കോളേജും ക്ലാസ്സുമൊക്കെ അച്ചുവിനും ഗൗരിക്കും ഒരുപോലെ ഇഷ്ടമായി. രാവിലെ മായി തന്നെ നേരിട്ടാണ് അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുചെന്നാക്കിയത്. പുതിയ രണ്ട് സുന്ദരിക്കുട്ടികളെ കണ്ട് ചില കോഴികൾ തലപൊക്കി വന്നെങ്കിലും രണ്ടും മാരീഡാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ അതിലൊരു തീരുമാനമായി. 2 മാസത്തോളമായി ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് തോന്നിയിരുന്നു. ഒഴിവ് സമയത്ത് ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് നോട്ട്സ് വാങ്ങി കോപ്പി ചെയ്തെടുത്തു. 2 പേര് 2 സബ്ജക്റ്റുകൾ വീതമാണ് എഴുതിയത്. അതാവുമ്പോൾ വീട്ടിൽ ചെന്നാൽ ഒരാൾ എഴുതിയത് മറ്റേയാൾക്ക് എഴുതിയെടുക്കാമല്ലോ. അത്യാവശ്യം പോഷ് കോളേജ് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ വസ്ത്രധാരണത്തിൽ പോലും അത് കാണാനുണ്ട്. സെൽവാറും മറ്റിട്ട് വന്നവർ വളരെ കുറച്ചേ ഉള്ളുന്നത് സാരം. ഇന്റർവെൽ ടൈം കുട്ടികൾ വന്ന് പരിചയപ്പെട്ടിട്ട് പോയി. എന്നും എപ്പോഴും ഗൗരിക്ക് കൂട്ട് അച്ചുവും, അച്ചുവിന് കൂട്ട് ഗൗരിയുമായതിനാൽ പുതിയ സൗഹൃദങ്ങളിലേക്ക് ചെല്ലാൻ 2 പേർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പഠിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഇരുവർക്കുമുള്ളൂ. ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഈ ഭാഗ്യം ഒരു കാരണം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയാൻ അവർ ഒരുക്കമായിരുന്നില്ല. ഇടയ്ക്ക് ബ്രേക്ക് ടൈം കിട്ടിയപ്പോൾ ഗൗരി ശക്തിയെ വിളിച്ചു. പോലീസുമാകെ തിരക്കിലാണ്. ഗൗരവത്തോടെ വിശേഷമൊക്കെ ഒന്ന് തിരക്കി, അത്രമാത്രം. നമ്മൾ മാത്രം എന്തായാലും ഇങ്ങനെ. ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ക്ലാസ്സിൽ തന്നെയുള്ള വിൻഡോ വഴി പുറത്തേക്ക് നോക്കിക്കൊണ്ടായിരുന്നു അച്ചുവിൻ്റെ ചോദ്യം. ഗൗരി അവരുടെ തോളിൽ ചാരി കിടക്കുന്നുണ്ട്. എങ്ങനെ? ദേ ഇങ്ങനെ, ആരോടും കൂടാതെ. അവർക്ക് എത്ര സന്തോഷത്തിലാണ് കൂട്ടുകൂടി നടക്കുന്നേ. അച്ചു പുറത്ത് കാണുന്ന കുട്ടികളിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഇപ്പോൾ ഗൗരിയുടെ നോട്ടവും അവിടേക്കായി. എല്ലാവരും സന്തോഷത്തിലാണ്. പ്രണയവും സൗഹൃദവും പങ്കുവെക്കുന്ന തിരക്കിൽ. നമ്മളെ വളർത്തിയത് അടിമകളായിട്ടാണ് അച്ചുവേ. എൻ്റെ ഭ്രാന്തം പറയുന്ന പോലെ മാടമ്പി തറവാട്ടിലെ ശ്രീദേവി തമ്പുരാട്ടിയുടെ അടിമകൾ. ഗൗരി അറിയാതെ ചിരിച്ചുപോയി. അച്ചു അത് പറഞ്ഞപ്പോഴാ അമ്മമ്മയുടെ അവസ്ഥ ഇപ്പം എന്താണാവോ? അന്ന് പോയപ്പോഴും കണ്ടില്ലല്ലോ. ആളവിടെ ഇല്ലെന്ന് തോന്നുന്നു. സത്യത്തിൽ എൻ്റെ ഏട്ടൻ ചെയ്ത ഏക നല്ല കാര്യം അതാ. അച്ചു പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി അവളെ കണ്ണ് ചിമ്മാതെ നോക്കി. എന്താടി? അച്ചുവിൻ്റെ നോട്ടവും അവളിലായി. നിനക്ക് രുദ്രേട്ടനോട് ദേഷ്യമുണ്ടോ അച്ചു? ഒരുപാട്, അച്ചു മെല്ലെ പറഞ്ഞു.
അതെൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് മാത്രമല്ല, അയാളുടെ സ്വഭാവ വൈകൃതങ്ങളൊന്നും ഏട്ടനറിയില്ല. ഏട്ടനെന്നല്ല, അതെനിക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നവരെ അയാളുടെ അച്ഛനും അമ്മയ്ക്ക് പോലും അറിയില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ഏട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഗൗരി. കാരണം എൻ്റെ ജീവിതം നന്നായിട്ടിരിക്കാൻ ഏട്ടൻ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. അച്ചു പതിയെ നേർത്തൊരു പുൻസിരിയോടെ പറഞ്ഞതും ഗൗരി അത്ഭുതത്തോടെ അവളെ നോക്കി. പക്ഷെ അതൊരിക്കലും എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല കേട്ടോ പെണ്ണെ, നീ വെറുതെ പോലെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു. അവിടെയും നിന്നോടുള്ള ഭ്രാന്ത് തന്നെയാണ്. ഇനി ഒരിക്കലും ഞാൻ നിന്നോട് അടുക്കരുതെന്നുള്ള വാശി. അതുപോലെ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിന് നീ വെറുക്കാൻ പോകുന്ന ഏട്ടനെ ആയിരിക്കുന്ന ആൾക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ കൊണ്ട് രുദ്രാംശി രാഗിയുടെ ജീവിതം മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കില്ല. അച്ചു പതിയെ പറഞ്ഞു നിർത്തിയതും ഗൗരി ഒന്നും പറയാതെ അവളെ കയ്യിൽ കോർത്ത് പിടിച്ചു. അച്ചുവും പിന്നെ സംസാരിച്ചില്ല. അച്ചു പറഞ്ഞില്ലെങ്കിൽ പോലും ആ കാര്യം ഗൗരിക്ക് അറിയാം. ഗൗരിയെ മനസ്സിലാക്കാൻ രുദ്രന് കഴിയാതെ പോയെങ്കിലും രുദ്രനെ ഗൗരിക്ക് അറിയാമായിരുന്നു. സാറിന്റെ ഭംഗി നോക്കിയിരിക്കാൻ തുടങ്ങിയ നേരം കുറയായല്ലോ. എന്താ സാറേ കാര്യം? പറഞ്ഞിട്ടങ്ങ് പോയെന്നായിരുന്നു. എനിക്കിത്തിരി തിരക്കുണ്ട്. കയ്യിലെ പേന വിരലിട്ടൊന്ന് കറക്കിക്കൊണ്ട് മുന്നിലായി സിവിൽ ഡ്രസ്സിലിരിക്കുന്ന വിശ്വനാഥനെ നോക്കി ശക്തി. പരിഹാസത്തോടെയുള്ള അവന്റെ സംസാരവും മുഖത്തെ പുച്ഛവുമെല്ലാം അയാളുടെ മുഖത്ത് അവനോടുള്ള അമർഷം നിറച്ചു. എങ്കിലും പ്രകടിപ്പിക്കാൻ വയ്യ. ആവശ്യം തന്റെയായി പോയല്ലോ. ഹോം മിനിസ്റ്ററെ കൊണ്ട് ക്രൈം ബ്രാഞ്ചിൽ നിന്ന് വാണിക്ക് ട്രാഫിക്കിലേക്ക് പോസ്റ്റിംഗ് വാങ്ങിക്കൊടുത്തതിന് പിന്നിൽ നീയാണെന്ന് എനിക്കറിയാൻ ശക്തി. എൻ്റെ മോള് നിന്നോട് എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ അവളെ പുറകെ നടന്ന് ദ്രോഹിക്കുന്നത്? ഒരു കീഴുദ്യോഗസ്ഥരോട് ഇങ്ങനെ കെഞ്ചി സംസാരിക്കേണ്ടി വന്നതിൽ നല്ല പ്രയാസം തോന്നിയെങ്കിൽ പോലും അയാളത് അടക്കി പിടിച്ചു. ചെയ്തതെന്താണെന്ന് മകളോട് ചോദിച്ചില്ലേ? ചെയറിലേക്ക് വിസ്തരിച്ചെന്ന് നിവർന്നിരുന്നുകൊണ്ട് അവൻ തിരക്കി. അത് പിന്നെ ശക്തി, അവളറിയാതെ അയാളിരുന്ന് വിക്കി. സാറിന്റെ മോൾക്ക് എന്നെ എൻ്റെ പെണ്ണിനെയും കാണുമ്പോൾ ചെറിയൊരു ചൊറിച്ചില്ല. സാധാരണ കണക്കൊക്കെ ഞാൻ അപ്പപ്പോൾ തീർക്കുന്ന, പക്ഷേ അന്ന് എൻ്റെ ഭാര്യ കൂടെയുള്ളതുകൊണ്ട് സാറിന്റെ മകൾക്ക് ഞാൻ ചെറിയൊരു കൺസിഡറേഷൻ കൊടുത്തു. ശക്തിയുടെ മുഖം തീർത്തും ഗൗരവത്തിലായി. ഈ ഒരു ചെറിയ കാര്യത്തിനാണോ ശക്തി നീ? എനിക്കിതൊരു ചെറിയ കാര്യമില്ല സാർ. എൻ്റെ പെണ്ണിന്റെ കാര്യം എനിക്ക് എങ്ങനെയാ ചെറിയ കാര്യമാവുന്നത്? അവള് വെറുതെ പോലെ ഒരാൾ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ എനിക്ക് മുകളിലായിട്ട് ആരും അവളോട് ശബ്ദമുയർത്തുന്നു. ഇതിനപ്പുറം ചെയ്യാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. പക്ഷെ ഇപ്പൊ എന്തോ ഞാൻ വേറെ മൂടില്ല. കുടുംബസ്ഥനൊക്കെ ആയില്ലേ സാറേ. രാത്രി വേട്ടക്കൊന്നും താല്പര്യം പോരാ. തന്നെയല്ല, അതിലും വലിയൊരു ഭ്രാന്തി ഇപ്പം എനിക്ക് മറ്റൊന്നിനോടാണ്. സോ വിശ്വനാഥൻ സാറ് ചെന്നാട്ടെ. ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തിയവൻ അയാൾ വല്ലാത്തൊരു പേടിയോടെ നോക്കി. ശക്തിയെക്കുറിച്ച് അയാൾക്ക് നന്നായിട്ട് അറിയാം. അവന്റെ മുന്നിലെത്തുന്ന കേസുകൾക്ക് നീതിയും ന്യായവും ശിക്ഷയും തീരുമാനിക്കുന്ന അവനാണ്. രാത്രികാലങ്ങളിൽ വേട്ടക്കിറങ്ങുന്ന രാക്ഷസൻ. ഒരു മനുഷ്യന് ബുദ്ധി കൂടിപ്പോയാലും പ്രശ്നമാണെന്ന് പറയുന്നത് സത്യമാണ്. ക്രിമിനൽ മൈൻഡാണ് ശക്തിക്ക്. രണ്ട് പ്രൊഫഷനെ ഒരുപോലെ അരച്ചു കലക്കി കുടിച്ചവൻ. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ പെർഫെക്റ്റ് ക്രൈം പ്ലാൻ ചെയ്യാനും അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാനും കഴിയുന്നവരാണ്. ഭയം നിറഞ്ഞ കണ്ണുകളോടെ അയാൾ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. വാണി, അവളുടെ നിഴൽ പോലും നിന്റെ മുമ്പിൽ കാണില്ല. എനിക്കെൻ്റെ മോളേ ഉള്ളൂ. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അവൾ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പി ചോദിക്കുക. ഇനി ഗൗരിയുടെ നേരിട്ട് ക്ഷമ പറയണമെന്നാണെങ്കിൽ അതിന് സമ്മത. പക്ഷേ എൻ്റെ മോളെ അവൾ ഉപദ്രവിക്കരുത്. അയാളുടെ ശബ്ദം വിറച്ചു. ഏയ്, സാറി ഇപ്പോൾ പറഞ്ഞ സത്യമാണെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രോബ്ലം? അങ്ങനെ വെറുതെ ഒരാളെ ദ്രോഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ലല്ലോ ഞാൻ. ശക്തി ഒന്ന് പുഞ്ചിരിച്ചു. വിശ്വനാഥന് പിന്നെ ഒരിക്കൽ കൂടി അവനെ നോക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അയാൾ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. വിശ്വനാഥൻ പോകുന്ന നോക്കുന്ന ശക്തിയുടെ ചുണ്ടിലെ പുഞ്ചിരി പതിയെ മാഞ്ഞു. ഗൗരിയെ വേദനിപ്പിക്കാൻ വാണി പറഞ്ഞ ഓരോ വാക്കുകളും വീണ്ടും കാതിൽ മുഴങ്ങുന്ന പോലെ തോന്നിയവന്. ഇപ്പോൾ കൊടുത്ത ശിക്ഷയിലും പൂർണ്ണമായൊരു തൃപ്തി കിട്ടാത്ത പോലെ. ആ ചിന്ത ഉള്ളിലേക്ക് ഇരച്ചു കയറിയതും അവൻ ഫോണെടുത്ത് ഗൗരിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. സമയം 4 കഴിഞ്ഞിട്ടുണ്ട്. അവൾ വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ഒരു റിങ് മുഴുവൻ കഴിഞ്ഞിട്ടും അപ്പുറം കോൾ അറ്റൻഡ് ചെയ്യാതെ വന്നു. ശക്തിയുടെ മുഖം ചുവന്നു. ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യം നുരഞ്ഞു പൊന്തി. അതേ ദേഷ്യത്തോടെ തന്നെ വീണ്ടും കോൾ ചെയ്തുകൊണ്ട് അവൻ ഫോൺ കാതിലേക്ക് വെച്ചു. കയ്യിലെ സ്മൈലി ബോൾ ഞെരിച്ചുകൊണ്ട് ദേഷ്യം കടിച്ചമർത്തുമ്പോഴേക്ക് അപ്പുറം കോൾ കണക്റ്റ് ആയിരുന്നു. വേദ്. അവന്റെ മൗനമറിയെ, ശ്വാസത്തിന്റെ ഏറ്റക്കുറിച്ചിലെ ദേഷ്യമറിയെ ഗൗരി പതിയെ വിളിച്ചു. ഞാൻ കുളിക്കായിരുന്നു. റിങ്ങിന്നിട്ട് ഓടി വന്ന. തെല്ലൊരു ഭയത്തോടെയാണ് അവളുടെ വാക്കുകൾ. ശക്തി ഒന്നും പറയാതെ തന്നെ ഫോൺ കട്ട് ചെയ്തതും അവളുടെ കണ്ണ് നിറഞ്ഞു. കണ്ണുകൾ അമർത്തി തുടക്കാൻ ഒരുക്കുമ്പോഴേക്കും ഫോൺ വീണ്ടും റിങ് ചെയ്തു തുടങ്ങി. ധൃതിയിൽ സ്ക്രീനിലേക്ക് നോക്കിയതും അവളുടെ മുഖം വിടർന്നു. വിളിക്കുന്ന അവനാണ്, പക്ഷേ ഇത്തവണ വീഡിയോ കോളാണെന്ന് മാത്രം. ഒട്ടും താമസിക്കാതെ തന്നെ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു. സ്ക്രീനിൽ തെളിയുന്ന ശക്തിയുടെ ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന മുഖം, ഒട്ടും ചിരിയില്ലാത്ത കണ്ണുകളോടെയുള്ള തീക്ഷ്ണമായ നോട്ടം. എന്തു ചോദിക്കണം പറയണമെന്നറിയാതെ അവൾ മൗനിയായി. അത്രയും നേരം വാണിയോടുള്ള പകൽ പുകഞ്ഞു തുടങ്ങിയ അവന്റെ ഉള്ളം അവളുടെ മുഖം കാണെ പ്രണയം കൊണ്ട് കുളിർന്നു തുടങ്ങി. കുളിച്ചു വന്നതാണെന്ന് അവന് മനസ്സിലായി. നനഞ്ഞ മുടിയിഴകൾ ഒന്നാകെ വെള്ളത്തുണി പൊതിഞ്ഞു കെട്ടി വെച്ചിട്ടുണ്ട്.
കഴുത്തിലെ മഞ്ഞച്ചരട് കുതിർന്ന അവളിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്നു. ഇളം റോസ് നിറമാണ് അവൾക്ക്. നനവ് പറ്റിയ വിടർന്ന താമര പോലുള്ള മുഖം കാണെ അവളെ ഭ്രാന്തമായി ചുംബിച്ചെടുക്കാനുള്ള കൊതി അവന് തോന്നിപ്പോയി. ദേഷ്യായ എന്നോട് സത്യമായിട്ട് ഞാൻ കുളിക്കാൻ പോയതാ. നന്നേ പതുങ്ങിയാണ് പറയുന്നത്. ആ ചുണ്ടുകൾ മാത്രമാണ് ചലിക്കുന്നത്. എനിക്ക് നിന്നെ കടിച്ച് നുണയാൻ തോന്നുന്നുണ്ട് ഗൗരി, കഴിഞ്ഞ രാത്രി പോലെ. നെഞ്ചിരിപ്പിനെ പോലും പിടിച്ചിർത്താൻ കെൽപ്പുള്ള അവന്റെ സ്വരം. ഒരു പിടച്ചിലോടെ അവനെ മുഖമുയർത്തി നോക്കിപ്പോയവൾ. ശക്തിയുടെ മുഖത്ത് ഗൗരവമാണ്. പറഞ്ഞത് അത്രയും സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യമാണ് എന്നതുപോലെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.